ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായ ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു. കർശനമായിട്ടുള്ള ഉപാധികൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ കേസിൽ ഈ ജാമ്യം ഏത് രീതിയിലാണ് സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്? ഡി ബിനോയ് ചേരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം വളരെ ശക്തിയോടുകൂടി തന്നെ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു ഈ സ്വാഭാവിക ജാമ്യം കിട്ടുക വഴി പുറത്തേക്ക് ഇറങ്ങുന്ന കേസിലെ പ്രതികൾ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ആ ഇടപെടലുകളുടെ ഭാഗമായിട്ട് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കുകയും അത് അട്ടിമറിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിയമസഭയിൽ ബഹിഷ്കരണം നടത്തിയതും ഒപ്പം ആരോപണങ്ങൾ ഉന്നയിച്ചതുമെല്ലാം. അത്തരത്തിൽ ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കേസുകളിലും ജാമ്യം ലഭിച്ച് ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ജാമ്യ ഓർഡർ കിട്ടും. ആ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ജയിലിൽ ഹാജരായി കഴിഞ്ഞാൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. പക്ഷേ ഉപാധികൾ ഉണ്ടെങ്കിൽ പോലും ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2006 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് ഒരു പരികർമ്മിയായി, അതായത് കീഴ്ശാന്തിയുടെ മുറിയിലെ പരികർമ്മിയായി ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. അന്ന് അവിടെ നിന്നും ഈ 2019 ആകുമ്പോഴേക്കും ശബരിമലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രായോജകനാകുന്നു. അതിനപ്പുറത്തേക്ക് വലിയ ഒരു ധനാഢ്യനായി മാറപ്പെടുന്നു. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം വലിയ തരത്തിലുള്ള ധനസമാഹരണം ശബരിമലയുടെ പേരിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ആ ഒരു കണ്ടെത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇയാൾക്ക് അല്ലെങ്കിൽ ഈ പൈസ സ്വരൂപിക്കാനും ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ വളഞ്ഞു വഴിയിലൂടെ പൈസ സമ്പാദിക്കാനും ഒക്കെ കൂട്ടുനിന്ന ആളുകൾ എന്ന തരത്തിൽ ആരോപണ വിധേയരാണ് നിലവിൽ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്ന ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാരായ മുരാരി ബാബു ഒപ്പം സുധീഷ് കുമാർ. അപ്പോൾ ഈ സംഘാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ വഴിമുടക്കികളായി മാറാൻ കഴിയും എന്നാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആരോപണം. ആ ആരോപണം എത്ര കണ്ട് ശരിയാകും എന്നുള്ളത് തള്ളിപ്പറയുകയാണ് ഭരണപക്ഷവും. എന്നാൽ ഇവിടെ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, കുറ്റപത്രത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ കുറ്റപത്രം നൽകുന്നതിലുണ്ടായ കാലതാമസം മൂലം ഇവർക്ക് ജാമ്യം കിട്ടുന്നതിന് അവസരമൊരുക്കി. അത് ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിച്ചതിന് പിന്നിൽ സംസ്ഥാന സർക്കാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ആരോപണം. അങ്ങനെ ഈ 2 ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം കൂടുതൽ ശക്തിയോടുകൂടി തന്നെ ഭരണപക്ഷത്തിനെതിരെയും ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിനെതിരെയും വീണ്ടും ആരോപണങ്ങൾ തുടരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഭരണപക്ഷത്തിന് ഇനി പിടിച്ചു നിൽക്കുവാൻ ഉണ്ട് അല്ലെങ്കിൽ കൈവശം ഉള്ളതായി പറയപ്പെടുന്നത് സോണിയാഗാന്ധിക്കും ഒപ്പം UDF കൺവീനർ അടൂർ പ്രകാശിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചില ചിത്രങ്ങളും ഒപ്പം വാജിവാഹനം എന്ന് പറയുന്ന കൊടിമരത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ കുതിരയുടെ ശില്പം തന്ത്രിക്ക് കൈമാറിയ സമയത്ത് പ്രയാർ പ്രഭാകരനും പ്രയാർ ഗോപാലകൃഷ്ണനും ഒപ്പം തന്നെ ഈ അജയ് തറയിൽ നിൽക്കുന്ന 2 ചിത്രങ്ങൾ, ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം വലിയ തരത്തിലുള്ള എതിർസ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർസ്വരങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതിന് വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കും. അത് കൃത്യമായി രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയും ചെയ്യും. കാരണം നാളെ മുതലാണ് പ്രതിപക്ഷ നേതാവിന്റെ മേഖലാ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശബരിമല വിവാദം തന്നെ ഉയർത്തിക്കൊണ്ട് ഈ മേഖലാ ജാഥ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ UDFന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ആയുധമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താൽക്കാലിക ജാമ്യവും അത് കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങുന്നതുമെല്ലാം തന്നെ അവർ കൃത്യമായി ഉപയോഗിക്കും. അത് അവർക്ക് കിട്ടിയ ഒരു വടിയായി തന്നെ അവർ പ്രയോഗിക്കുകയും ചെയ്യും. അത് ഈ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ഈ മേഖലാ ജാഥകൾ പൂർത്തിയാകുന്നത് വരെ അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ജാഥ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, SIT അവരുടെ കരട് കുറ്റപത്രത്തിന്റെ പണികൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും ഈ എന്തുകൊണ്ടാണ് SIT കൃത്യമായി ഒരു കുറ്റപത്രത്തിന്റെ ഒരു കുറ്റപത്രമെങ്കിലും നൽകാൻ കഴിയാത്ത തരത്തിലേക്ക് അവർ ഒരു മെല്ലപ്പോക്കിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും ഒരു നിർണായകമായ ഒരു കാര്യമുണ്ട്. ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ തൊണ്ടി മുതലോ
അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണത്തിന്റെ കൃത്യമായ അളവോ അവർക്ക് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഗോവർദ്ധനന്റെ ബംഗളൂരുവിലുള്ള ജുവലറിയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട സ്വർണം മാത്രമാണ് ഇവരുടെ കൈവശമുള്ളത്. ആ സ്വർണം ശബരിമലയിൽ നിന്നും കളവ് പോയ സ്വർണമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു തെളിവ് ലഭിക്കാത്തൊരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് അതേസമയം ശബരിമല സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്നും പൊതിഞ്ഞിരുന്ന സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായെന്നും ഒപ്പം സ്വർണത്തിന്റെ ഗുണമേന്മ കുറഞ്ഞുവെന്നും VSCയിലെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ തന്നെ വീണ്ടും ഇവരുടെ മൊഴി, അതായത് VSCയിലെ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ആ മൊഴി കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോട് വീണ്ടും പരിശോധനയ്ക്ക്, അതായത് ഈ സാമ്പിളുകൾ, ഈ സ്വർണ്ണപ്പാളിയുടെയും കട്ടളപ്പാളിയുടെയും സാമ്പിളുകൾ ശേഖരിച്ച് വീണ്ടും പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കുറ്റപത്രം കൃത്യമായ തരത്തിൽ അവർക്ക് സമർപ്പിക്കാൻ കഴിയാതെ പോയിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അവർ കൃത്യമായി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രധാനപ്പെട്ട കണ്ണികൾ വിളക്കി ചേർക്കുന്നതിന് വേണ്ടി കുറെ അധികം സമയം വേണ്ടി വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കേസ് അട്ടിമറിക്കാനോ അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറക്കുന്നവർക്ക് വലിയ തരത്തിൽ ഇടപെടൽ നടത്താനോ കഴിയില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വേണ്ട എന്നുമായിരുന്നു കോടതി നിരീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും, കോടതി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും, ഭരണപക്ഷത്തിനെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ഒരു വസ്തുവാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിരിക്കുന്ന ജാമ്യം. അദ്ദേഹം പുറത്തിറങ്ങി കഴിയുന്നതോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം മുന്നോട്ട് പോകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സാധാരണ പൂജാരിയോ അല്ലെങ്കിൽ പരികർമ്മിയോ അല്ല. അതിനപ്പുറത്തേക്ക് തന്ത്രിയുടെ പിൻബലത്തോടു കൂടി ശബരിമലയിൽ എത്തുകയും ശബരിമലയിൽ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും വൻകിട പ്രായോജകരെ ശബരിമലയിൽ എത്തിച്ചുകൊണ്ട് കൊടിമരം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനൊക്കെ പിന്നിരിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളിൽ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ തന്നെ ഇതുമായി ആ ചടങ്ങിന്റെ നടത്തിപ്പിന് സാമ്പത്തികം എത്തിക്കുന്ന കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തരത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിന് തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. എന്നാൽ ഈ തെളിവുകൾ ക്രിയാത്മകമായി കണ്ടെത്തിയെങ്കിൽ തന്നെയും അത് കൃത്യമായി ആ തെളിവുകൾ കുറ്റപത്രത്തിലേക്ക് എത്തിക്കുന്നതിന് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അതായത് വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നതിന്റെ കാര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം കൂടി നിലനിൽക്കുന്നു. അതാണ് ഇടയ്ക്ക് വെച്ച് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഒരു കേസ് ചാർജ് ചെയ്യാൻ ഒരു നീക്കം നടത്തിയെങ്കിലും പിന്നീട് അത് സംബന്ധിച്ച് ആ കേസ് ചാർജ് ചെയ്യുന്നതിനും അല്പമൊന്ന് പ്രത്യേക അന്വേഷണ സംഘം പിന്നോക്കം പോയി. ഒരു പക്ഷേ ആ കേസ് കൂടി ചാർജ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു വിധത്തിലുള്ള ജാമ്യം ലഭിക്കത്തില്ലായിരുന്നു. ആ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള ആ കേസിൽ വീണ്ടും ജാമ്യമില്ലാതെ ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ. കാരണം ഒന്നും സാമ്പത്തികമായി വലിയ ഭദ്രതയില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയതിനു ശേഷം തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്ന ഇടപാടുകൾ ഏകദേശം 30 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലും പ്രത്യേക അന്വേഷണം നടത്തിയ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും ആധാരങ്ങൾ, അതായത് പൈസ കടം കൊടുത്തതിന് ശേഷം ആ വസ്തു തിരിച്ചെടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ വസ്തുക്കൾ സ്വന്തം പേരിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിയതായും രേഖകളുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള സ്വർണ്ണ കൊള്ളയിലെ പ്രധാന കക്ഷിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് ഒരു പരിധിവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്രാവശ്യം പുറത്തിറങ്ങാൻ അവസരമൊരുക്കി. അങ്ങനെ വിവിധങ്ങളായ ഇടപാടുകളെ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഇടപാടുകൾ നടത്തിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കാര്യമായി ബാധിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേർന്നിരിക്കുന്നു. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിയമസഭയിൽ ഏത് തരത്തിലെ ആരോപണങ്ങൾ ഉന്നയിച്ചുവോ ആ ആരോപണങ്ങൾ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ, ആ ആരോപണങ്ങൾ കുറച്ചുകൂടി ശക്തിയോടുകൂടി ഉന്നയിക്കുവാൻ ഉള്ള അവസരം കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. MS ഇതിൽ പ്രതിപക്ഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ജാമ്യത്തെ ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്ന് ഡി ബിനോയ് സൂചിപ്പിക്കുകയുണ്ടായി. ഭരണപക്ഷത്തെ സംബന്ധിച്ചിട്ട് പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന പരാമർശമാണ്. പക്ഷേ അത് മാത്രം വെച്ചുകൊണ്ട് അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? മറ്റേത് രീതിയിലാണ് സാധ്യതകളുള്ളത്? കാരണം ഹൈക്കോടതി പറഞ്ഞതിൽ തന്നെ അതിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ട്, ഇത്തരത്തിലുള്ളൊരു കേസിന് മുൻ റഫറൻസുകളില്ല, മാതൃകകളില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ കണ്ണികളൊക്കെ ചേർക്കുക, അതെല്ലാം കൃത്യമാക്കിയിട്ട് മാത്രം കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള
ഒരവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിൻ്റേതായ ഒരു സാവകാശവും വേണ്ടതുണ്ട്. അതിന് CBI പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ എല്ലാ പൂർണ്ണാർത്ഥത്തിലും അതിനെ എടുത്ത് പ്രതിരോധത്തിനുള്ള ഒരു പയറ്റുപകരണമാക്കി മാറ്റാൻ ഭരണപക്ഷത്തിന് കഴിയുമോ? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ പൂർണ്ണമായി കണ്ടെത്തുവാൻ പ്രത്യേക അന്വേഷണ സംഘം തീവ്രമായ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസുമായിട്ടുള്ള ബന്ധം, അതായത് സ്വർണം പൂശുന്ന ചെന്നൈയിലെ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം, അതിനപ്പുറത്തേക്ക് ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധങ്ങളൊക്കെ തന്നെ കൂട്ടി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു നീക്കം നടത്തുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അത് കൃത്യമായി അവരുടെ നേട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പാളിച്ചയായി പ്രതിപക്ഷം പറയുന്നത് ഒരു കുറ്റപത്രം നൽകുന്നതിൽ ഈ 90 ദിവസത്തിലധികമായി. കാരണം ഒന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ജാമ്യം ലഭിച്ചു, സ്വാഭാവിക ജാമ്യം ലഭിച്ചു. അതിനുശേഷമാണ് വീണ്ടും അടുത്ത ജാമ്യം കൂടി ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഒരു നീണ്ട 100 ദിവസത്തിലധികമുള്ള സമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ലഭിച്ചിട്ട് പോലും ഒരു കുറ്റപത്രമോ ഒരു ഇടക്കാല കുറ്റപത്രമോ സമർപ്പിക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ ഭരണപക്ഷം പിടിച്ചു നിൽക്കുന്ന 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളും അവരുടെ വിലയിരുത്തലുകളും അത് കൃത്യമാണ്. കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവസ്വം ബോർഡിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണക്കൊള്ളയോ അല്ലെങ്കിൽ സ്വർണ്ണ തട്ടിപ്പോ അല്ലെങ്കിൽ സ്വർണ്ണ മോഷണമോ നടന്നതായുള്ള രേഖകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നതായ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു കേസാണ്, അങ്ങനെ ഒരു സംഭവമാണ് ഇതിനെക്കുറിച്ച് പറയുക. കാരണം ഇതിന് മോഷണത്തിനപ്പുറത്തേക്ക് വിശ്വാസികളെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് വലിയ തരത്തിലുള്ള ഒരു കൊടിയ വഞ്ചന ചതി നടന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് മാർഗരേഖകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി ഒരു പ്രത്യേക അന്വേഷണ സംഘം ശൂന്യതയിൽ നിന്നും നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി ഇത്ര ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകൾ CPIM-ന്റെയും CPI-യുടെയും നേതാക്കന്മാർ ഉൾപ്പെടെ ഉണ്ട്, അവരെ പോലും സംരക്ഷിക്കാത്ത തരത്തിൽ സർക്കാർ മാറി നിൽക്കുകയും പ്രത്യേക അന്വേഷണ സംഘം അവരെ പിടിക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ചില ആളുകൾ CPIM-ന്റെ നേതാക്കന്മാർ മോഷണ കേസിൽ അകത്തായി അല്ലെങ്കിൽ അവർ റിമാൻഡിലാണ് എന്ന് പറയുമ്പോഴും മോഷണം നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാട് CPIM-ന് ഇല്ല എന്ന് രണ്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞ് അവർക്ക് തടിയൂരി തൽക്കാലം രക്ഷപ്പെടാൻ കഴിയും. കാരണം അവിടെയും മറ്റൊരു വിഷയമുള്ളത്, CPIM-ന്റെ പത്തനംതിട്ടയിലെ പ്രമുഖനായ ഒരു നേതാവാണ് A. പത്മകുമാർ. മുൻ MLA ആണ്. അതിനപ്പുറം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇപ്പോഴും അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു. അതിനെല്ലാം ഉപരിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലയളവിൽ 2019 ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചമച്ച വ്യാജരേഖ അല്ലെങ്കിൽ അദ്ദേഹം രേഖകൾ ചമച്ചപ്പോൾ ചെമ്പുപാളി എന്ന് എഴുതപ്പെട്ടതിനാൽ ആണ് ഈ ചെമ്പുപാളി പുറത്തേക്ക് കൊണ്ടുപോയതും അതിനുശേഷം അത് സ്വർണ്ണം പൂശി കൊണ്ടുവന്നപ്പോഴും ഒക്കെ ഈ സ്വർണ്ണത്തിന്റെ ഗുണമേന്മയിലും തൂക്കത്തിലും വ്യത്യാസം വന്നു എന്ന് പറയുമ്പോഴും CPIM-ന്റെ നേതാവാണ് അവിടുത്തെ അപ്പോൾ ആ സമയത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് CPIM-നെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു കൃത്യമായ ഒരു മുന്നോട്ട് പോക്ക്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ദൃഢമായ ഒരു തീരുമാനമെടുക്കുവാൻ, അല്ലെങ്കിൽ കള്ളന്മാരെ മോഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ സംരക്ഷിക്കത്തില്ല എന്ന ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചതുകൊണ്ടാണ് ഇവർ ജയിലിൽ കിടക്കുന്നതെന്ന് CPIM-ന് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ പ്രതിപക്ഷം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് രാഷ്ട്രീയപരമായി ഒരു ഇടപെടലും അല്ലെങ്കിൽ കേസിൽ ഒരു സമ്മർദ്ദം ചെലുത്തുവാനോ ഒന്നും തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുകളിൽ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഓരോ കേസിന്റെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ആ ഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു അത് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ, ആ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായും ഹൈക്കോടതി ധരിപ്പിക്കേണ്ട ചുമതല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ആൾക്ക് അല്ലെങ്കിൽ തലവന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രവുമല്ല, ഇവരുടെ മുന്നോട്ട് പോക്കിന് നിയമപരമായി എന്തെങ്കിലും ഉപദേശം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു മുൻ ജസ്റ്റിസിനെ തന്നെ അവർ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കേസ് അന്വേഷണം, ആ അന്വേഷണത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളത് വസ്തുതകൾ നിരത്തി പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും, CPIM-ന് കഴിയും. സർക്കാരിന് അപ്പുറത്തേക്ക് പാർട്ടി LDF-നെ മറ്റ് ഘടകകക്ഷികളെ ഒന്നും തന്നെ ഈ പ്രതിപക്ഷം കടന്നാക്രമിക്കുന്നില്ല. കടന്നാക്രമിക്കുന്നത് CPIM-നെയാണ്. കാരണം ഇതിലെ അറസ്റ്റിലാകപ്പെട്ട പ്രമുഖർ CPIM-ന്റെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കടന്നാക്രമണം
ആക്രമണം CPIM-നെതിരെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ആക്രമണങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ ഈ കോടതിയുടെ നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ അറസ്റ്റ് അതിൽ ഡീബിനോ ഇതിലൊരു പ്രധാന കാര്യം കൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ജയിലിൽ കഴിയുന്ന റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രതിയായ തന്ത്രി കണ്ഠര് രാജുവിൻ്റെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നു. 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് കാലാവധി നീട്ടിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നു. ഡീബിനോയ്, അതിലേക്ക് വരാം. കാരണം തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയാണ് അനുജ്ഞ നൽകേണ്ടത്. അല്ലെങ്കിൽ ഒരു ശ്രീകോവിലുമായോ അല്ലെങ്കിൽ ശ്രീകോവിലിനുള്ളിലെ ക്ഷേത്രത്തിനകത്തുള്ള ബിംബവുമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ അതിൽ സ്വർണം പൂശുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ നിർദ്ദേശം നൽകേണ്ടത് തന്ത്രിയാണ്. പക്ഷേ തന്ത്രി കൃത്യമായി ഒരു അനുജ്ഞ നൽകിയില്ല എന്നും അതിനപ്പുറത്തേക്ക് തന്ത്രി ഇത്തരത്തിൽ സ്വർണ്ണ പൂശുന്നതിന് വേണ്ടി ഈ ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ തന്ത്രി തടഞ്ഞിട്ടില്ല എന്നും അതെല്ലാം ഉപരിയായി തന്ത്രിക്ക് മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ട് എന്നും കാണിച്ചുകൊണ്ടാണ് തന്ത്രിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കേസുകൾ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. ആ കേസിന്മേൽ അദ്ദേഹം റിമാൻഡിൽ കഴിയുകയാണ്. ഇനി ഒരു പക്ഷേ 90 ദിവസം കഴിയുമ്പോഴും അദ്ദേഹത്തിനെതിരെയും 2 കേസുകളാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള പ്രതികൾക്കെതിരെ ചാർത്തിയിരിക്കുന്ന അതേ വകുപ്പുകൾ തന്നെയാണ് തന്ത്രിക്കെതിരെയും ചുമത്തിയിട്ട്. പക്ഷേ തന്ത്രിയുടെ കേസുകളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന വകുപ്പുകളിലാണ് മാറ്റം വന്നിരിക്കുന്നത്. കാരണം ഇത്രയും ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദൈവതുല്യനായി കാണപ്പെടുന്ന ഒരു മനുഷ്യൻ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ തരത്തിലുള്ള അട്ടിമറികൾ, മോഷണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ മോഷണം ഉൾപ്പെടെയുള്ളവ നടന്നിട്ടും അത് തടയുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് തന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഈ തന്ത്രിക്ക് കൂടി ഇനി റിമാൻഡ് കാലാവധി നീട്ടിക്കഴിയുമ്പോഴേക്കും തന്ത്രിക്കെതിരെ ഒരു പുതിയ കേസ് കൊണ്ടുവരാനോ ഒന്നും നിലവിലെ സാധ്യതകൾ ഇല്ല. കാരണം തന്ത്രിയുടെ പേരിൽ ഉള്ള കണ്ടെത്തലുകൾക്കപ്പുറത്തേക്ക് അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും അതിനപ്പുറത്തേക്ക് EDയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ തന്ത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്നവർക്കോ വലിയ തരത്തിലുള്ള ബന്ധം ഉണ്ട് എന്ന തരത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ മറ്റ് വസ്തുതകളോ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. ആകെ ഉള്ള ബന്ധം പറയപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായിട്ടാണ്. അപ്പോൾ തന്ത്രിയുടെ റിമാൻഡ് കാലാവധി നീട്ടുന്നതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഇനി ജാമ്യം നേരത്തെ തന്നെ 9-ാം തീയതി മറ്റോ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ജാമ്യം പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടുള്ളത് 9-ാം തീയതിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിസ്താരവേളയിൽ ഒരു പക്ഷേ ഈ വിഷയങ്ങൾ ഈ 3 പേർക്കും ജാമ്യം ലഭിക്കുകയും ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തന്ത്രി കൂടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു പക്ഷേ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തികപരമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കക്ഷികളെല്ലാം തന്നെ പുറത്തേക്ക് എത്തുന്നത് കേസിന്റെ സുഗമമായ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള സംശയം ഉയർത്തിക്കൊണ്ട് ഒരു പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ആ ജാമ്യത്തെ എതിർക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. MS, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സാക്ഷികളെ സ്വാധീനിക്കരുത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഹാജരാകണം, അന്വേഷണത്തെ ബാധിക്കുന്ന ഇടപെടലുകളൊന്നും പാടില്ല, സാക്ഷികളെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഹാജരാകണം എന്നുള്ളതാണ് പോറ്റിയുടെ ജാമ്യ വ്യവസ്ഥകൾ. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതടക്കം. നേരത്തെ ഹൈക്കോടതിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഒന്നെന്ന് പറയുന്നത്, തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകുകയാണെങ്കിൽ വിചാരണയ്ക്ക് മുൻപേ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കാത്തിരിക്കൂ. ഈ കാത്തിരിക്കൂ എന്നുള്ള പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടാകുന്നത് പോലെ, ജനം ആഗ്രഹിക്കുന്നത് പോലെ പെട്ടെന്ന് തീരുമാനിച്ചു കൊണ്ടുപോകാവുന്ന ഒന്നല്ല. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കുറ്റപത്രം നൽകാതിരുന്നതിലൂടെ SIT കുറ്റക്കാരാകുന്നു എന്ന് പറയുമ്പോൾ